ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ നേതാക്കളിൽ ഒരാളായ അപ്പോസ്തലനായ പൗലോസ് ഈ ഞെട്ടിപ്പിക്കുന്ന വാക്കുകൾ എഴുതി. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. നാമുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ളത് പോലെ തോന്നുന്നു അല്ലേ? ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് മിക്ക വീഡിയോകളിലും അല്ലെങ്കിൽ മിക്ക ആളുകളും പറയാത്ത ചില ആഴമേറിയ സത്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. കാമത്തോടുള്ള നിങ്ങളുടെ പോരാട്ടം നിങ്ങളെന്തോ പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അതുല്യമായ ഉദ്ദേശത്തിൻ്റെ തെളിവാകാനും സാധ്യതയുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈ പ്രലോഭനത്തെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കാണും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബൈബിളിൽ ഇതേപോലുള്ള പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയ ചില ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ പലപ്പോഴും ഈ അസാധാരണമായ പ്രലോഭനങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് ബത്ശേബ എന്ന പ്രലോഭനത്തിൽ വീണു. രാജ്യങ്ങളുടെ ജനതയെ രക്ഷിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട യോസഫിനെ പോത്തിഫറിന്റെ ഭാര്യ പ്രലോഭിപ്പിച്ചു. അമാനുഷിക ശക്തി കൊടുത്തിട്ടുണ്ടായിരുന്ന ശിംശോൻ ആ പ്രലോഭനത്തിൽ തന്നെ വീണു. മറ്റാരും തന്നെ പറയാത്തൊരു കാര്യം എന്താണെന്നറിയാവോ? ഈ വീഴ്ചകളൊന്നും ക്രമരഹിതമായി സംഭവിച്ച പരാജയങ്ങളല്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന് നേരിട്ട് ബാധകമാകുന്ന ഒരു ആത്മീയ രഹസ്യം ഇതിലുണ്ട്. ദൈവം തന്നെ ഒരാളെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി തയ്യാറാക്കുന്ന സമയത്ത് ശത്രു ചെറിയ കാര്യങ്ങൾ കൊണ്ടല്ല പരീക്ഷിക്കുന്നത്. ഏത് ഭാഗത്താണോ അവന് വീക്ക്നെസ് ഉള്ളത് അതിലേക്ക് തന്നെ നേരിട്ട് ലക്ഷ്യം വെക്കുന്ന രീതിയിലാണ് അവൻ ആക്രമിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ ഒരു യുദ്ധകളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിക്ക് വെറുതെ യുദ്ധം ചെയ്യുവോ? അല്ലെങ്കിൽ എതിരാളിയെ എത്രയും പെട്ടെന്ന് തകർക്കുന്ന രീതിയിൽ കൃത്യമായ പോയിന്റിൽ ലക്ഷ്യം വയ്ക്കുവോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാമത്തോടുള്ള നിങ്ങളുടെ പോരാട്ടത്തിന്റെ തീവ്രത നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഉദ്ദേശത്തിന് ഭീഷണി ഉയർത്തുന്നതാണ്. 1 കൊരിന്ത്യർ 12 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിന് അവന്റെ ശരീരത്തിൽ ഒരു മുള്ള് തന്നിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ആ മുള്ള് ഒട്ടും വിട്ടുമാറിയില്ല. ആ വചനം ഇങ്ങനെ പറയുന്നു: വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അത് എന്നെ വിട്ടുപോകേണ്ടതിന് 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ദൈവം എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും എന്ന് പറഞ്ഞു. ഈ മുള്ള് എന്താണ് എന്നതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളായിട്ട് വാദിക്കുന്നുണ്ട്. ചിലർ ഇതൊരു ശാരീരിക രോഗമാണെന്നും മറ്റുള്ളവർ ഇതൊരു ആത്മീയ പ്രലോഭനമാണ് എന്നും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? ദൈവം അത് നീക്കം ചെയ്തില്ല എന്നതാണ്. അതിനു പകരം ഈ മുള്ള് പൗലോസിനെ എളിമയുള്ളവനും ദൈവകൃപയിൽ ആശ്രയിക്കുന്നവനുമായി നിലനിർത്തുന്നു എന്ന് അവൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. കാമത്തോടുള്ള നിങ്ങളുടെ പോരാട്ടവും നിങ്ങളുടെ ജീവിതത്തിലും ഇതേപോലുള്ള സമാനമായ ഒരു ഉദ്ദേശം നിറവേറ്റുന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവം പ്രലോഭനം തരുന്നു എന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ പോരാട്ടങ്ങളെ പോലും ഉപയോഗിച്ച് നമ്മെ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി രൂപപ്പെടുത്താൻ ദൈവത്തിന് കഴിയും എന്നതുകൊണ്ടാണ്. ഇത് വെറും ആത്മീയ സിദ്ധാന്തമല്ല, ഇത് നിങ്ങൾ നേരിടുന്ന പരീക്ഷണങ്ങളെ എങ്ങനെ മാറ്റുന്നു എന്നൊരു സത്യമാണിത്. ബൈബിൾ ചരിത്രം മാത്രമല്ല, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന പലരുടെയും ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആത്മീയ സ്വാധീനം ചെലുത്തിയവർ പോലും പലപ്പോഴും ഏറ്റവും കഠിനമായ ആന്തരിക പോരാട്ടങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ ലൈംഗിക പ്രലോഭനം ഉണ്ടായിരുന്ന സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ, പക്ഷേ ഇത് ഉപയോഗിച്ച് എന്നെ ശുദ്ധീകരിക്കരുത് എന്ന്. എന്നാൽ പിന്നീട് അദ്ദേഹം ക്രിസ്തു മതത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളായി മാറി. 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും ശക്തമായ ഒരു ക്രിസ്തീയ പ്രാസംഗികനാകുന്നതിന് മുമ്പ് C.C. ലൂയിസ് കാമങ്ങളുടെ ഒരു മൃഗശാല എന്ന് താൻ നേരിട്ട പ്രലോഭനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദരിദ്രരെ ശുശ്രൂഷിച്ച് മദർ തെരേസ പോലും ഭയങ്കരമായിട്ടുള്ള ആത്മീയ അന്ധകാരവും സംശയിച്ചു പോകുന്ന പല കാലഘട്ടങ്ങളും തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും ആത്മീയ നേതാക്കളായത് ആത്മീയമായ പോരാട്ടങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടല്ല, മറിച്ച് അവർ ആ ആത്മീയ പോരാട്ടത്തിൽ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നതിലാണ്. ഇവിടെ നമുക്ക് പ്രായോഗികത മനസ്സിലാകും. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തുടക്കം മാത്രമാണിത്. അതിനുശേഷം ആ പ്രലോഭനങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോഹവും പ്രലോഭനങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വേർതിരിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തേത്, ഏതിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത് എന്നത് മനസ്സിലാക്കുക. പ്രലോഭനം രൂക്ഷമാകുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചോദിക്കുക, ഇപ്പോൾ അത് ഏത് ദൈവിക ഉദ്ദേശത്തെയാണ് പ്രശ്നത്തിലാക്കുന്നത് അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നത് എന്ന്. നേതൃത്വപരമായുള്ള നിങ്ങളുടെ കഴിവാണോ? നിങ്ങളുടെ വിവാഹമാണോ? മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള നിങ്ങളുടെ കഴിവാണോ? ഏതാണ്? പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അതിൽ സന്തോഷിക്കുക എന്ന് യാക്കോബ് 1-2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ഈ പരീക്ഷണങ്ങളെല്ലാം സന്തോഷകരമായതുകൊണ്ടല്ല, മറിച്ച് അത് നിങ്ങളെ സ്ഥിരപ്പെടുത്തുന്നത് കൊണ്ട് അത് നമുക്ക് ഒരുപാട് ആത്മീയ പക്വത തരും. രണ്ടാമത്തത്, ലജ്ജയെ പവിത്രമായ അവബോധമാക്കി മാറ്റുക. പലരും ഈ ഇച്ഛാശക്തിയെ ചെറുക്കാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. എന്നാൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള വേറൊരു രീതിയുമുണ്ട്.
ഈ പോരാട്ടങ്ങൾ വരുന്ന സമയത്ത് ദൈവത്തെ കൂടുതലായി ആശ്രയിക്കുക. പൗലോസിന് വന്ന ബലഹീനതയെ സഹിച്ചു എന്നത് മാത്രമല്ല ചെയ്തത്, ബലഹീനതയിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവൻ അതിൽ സന്തോഷിച്ചു. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, അവൻ്റെ ബലഹീനത ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാനുള്ള ഒരു ഇടം സൃഷ്ടിച്ചു. ഈ കാമത്തോടുള്ള നിങ്ങളുടെ പോരാട്ടം നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്ന കാര്യമായി മാറും. നിങ്ങളുടെ ഉള്ളിൽ താഴ്മയുണ്ടാകും, ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കും. മൂന്നാമത്തത്, നിങ്ങളുടെ ഈ ബലഹീനതയെ ആയുധമാക്കുക. 2 കൊരിന്ത്യർ 1:4 നമ്മോട് പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടതയിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കാമത്തോടുള്ള നിങ്ങളുടെ പോരാട്ടം വെറും ഒരു വ്യക്തിപരമായ പോരാട്ടമല്ല, അത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷയ്ക്കുള്ള പരിശീലനമാണ്. നിങ്ങൾ എവിടെയാണോ മുറിവേറ്റത് അതിൽ തന്നെ മറ്റുള്ളവരെ സൗഖ്യമാക്കുന്ന ഒരു കാര്യമായി ദൈവം മാറ്റും. നാലാമത്തത്, കൃപയാൽ പ്രവർത്തിക്കുന്ന ശിക്ഷണം സ്വീകരിക്കുക. 1 കൊരിന്ത്യർ 15:10 ഇങ്ങനെ പറയുന്നു, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ എന്ന് പറഞ്ഞ നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമല്ല, ദൈവകൃപ, ഉത്തരവാദിത്വം, വചനം, ധ്യാനം, മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനം, ശാക്തീകരിക്കപ്പെട്ട പരിശീലനം എന്നിവയിലൂടെ കാമത്തിനെതിരെ പോരാടുക എന്നാണ് പറയുന്നത്. ഇങ്ങനെ പോരാട്ടം ഉണ്ടാകുന്ന സമയത്ത് ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുക എന്ന ഉറപ്പായിട്ടും നിങ്ങൾ പരാജയപ്പെടില്ല. ഇനി ഇതെല്ലാം മാറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. പല ക്രിസ്ത്യാനികളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ കാമത്തെ കാണുന്നത്. പക്ഷേ ഈ ഒരു പോരാട്ടം നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ കൂടുതൽ അടുക്കുന്നതിൻ്റെ തെളിവാണെങ്കിലോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? റോമർ 8:28-29 ഒരു വാഗ്ദാനമായിട്ട് തന്നെ പറയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ പോരാട്ടം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയെ ഒരു രീതിയിലും പാളം തെറ്റിക്കുന്നില്ല. ആ പോരാട്ടം ചിലപ്പോൾ നിങ്ങളെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ളതാകാനും സാധ്യതയുണ്ട്. ദാവീദ് പാപത്തിൽ വീണു എന്നും പറഞ്ഞ് ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. അതിനു പകരം ആ പരാജയം 51 സങ്കീർത്തനത്തിൻ്റെ ഒരു സന്ദർഭമായി മാറി. തലമുറകളായിട്ട് ദശലക്ഷക്കണക്കിന് ആളുകൾ ആ സങ്കീർത്തനത്തിൽ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. ദാവീദ് അതുവരെ എഴുതിയതിൽ വെച്ച് ഏറ്റവും ശക്തമായ മാനസാന്തര പ്രാർത്ഥനകളിൽ ഒന്നായി അത് മാറി. ഇതിനർത്ഥം പാപത്തിൽ വീണ കുഴപ്പമില്ല എന്നല്ല, മറിച്ച് നാം ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് ശക്തിയെ മനസ്സിലാക്കുന്നു എന്നതാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ പാപത്തെക്കാൾ വലുതാണ്. നിങ്ങൾ അതിനോട് പോരാടുന്നുണ്ടോ എന്നല്ല ചോദ്യം, ദൈവകൃപയെ ആശ്രയിക്കുന്ന രീതിയിൽ ആ പോരാട്ടം നിങ്ങളെ അനുവദിക്കുന്നുണ്ടോ എന്നതാണ്. അതുകൊണ്ട് ഇത് കാണുന്ന നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പോരാട്ടം നിങ്ങളെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിൽ നിന്ന് മാറ്റുന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തയ്യാറാകുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഇനി ഈ ഒരു വിഷയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ദൈവമേ, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറയാതെ, ദൈവമേ, ഈ ഒരു പ്രശ്നത്തിന് പിന്നിലുള്ള രഹസ്യം എന്താണ് എന്നെനിക്ക് പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഈ പ്രശ്നത്തെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചോദിക്കുക. ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ദൈവം എന്താണോ നിങ്ങൾക്ക് ഉത്തരമായിട്ട് പറയുന്നത് അത് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ചിലപ്പോൾ പലർക്കും വേണ്ടിയുള്ള ഒരു മറുപടി ആയിരിക്കും അത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ബലഹീനത മാത്രം കാണുന്നിടത്ത് ദൈവം സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങൾ പരാജയം മാത്രം കാണുന്നിടത്ത് ദൈവം പല പദ്ധതികളും കാണുന്നുണ്ട്. നിങ്ങൾ പോരാട്ടം മാത്രം കാണുന്നിടത്ത് അസാധ്യമായ ഒരു ഉദ്ദേശത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ ദൈവം കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.